ഇന്നലെ അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് മാമ്മക്കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ തൃശൂരിൽ നടക്കുകയാണ്. അതിന്റെ തത്സമയ സംരക്ഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ മാമ്മക്കുട്ടിക്ക് വിട നൽകിയിരിക്കുകയാണ് ജന്മനാട്. മറ്റു വിവരങ്ങൾ കൂടി. അഞ്ജു, ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തൃശൂർ ഊരകത്തെ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മന്ത്രിമാരായ ടി മൊയ്തീൻ, പ്രൊഫസർ രവീന്ദ്രനാഥ് തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിരക്കണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യമാണ്. അങ്ങേയറ്റം വികാര നിർഭരമായ യാത്രയപ്പാണ് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് ജന്മനാട് നൽകുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ രാവിലെ CPM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് ചേർപ്പിലെ കമ്മ്യൂണിറ്റി ഹാളിലും പൊതുദർശനത്തിന് വെച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു. ആയിരങ്ങളാണ് തങ്ങളുടെ പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഓരോ കേന്ദ്രങ്ങളിലേക്കും ഒഴുകിയെത്തിയത്. ഇന്നലെയായിരുന്നു കെ മാമ്മക്കുട്ടിയുടെ മരണം നടന്നത്. ഏറെ നാളായി അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന് ജനമനസ്സിൽ ഉള്ള, രാഷ്ട്രീയത്തിനപ്പുറം ജനമനസ്സിലുള്ള സ്ഥാനം വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന സംസ്കാര ചടങ്ങും ഇന്നലെയുമായി നടന്ന പൊതുദർശന ചടങ്ങുകളിലും എല്ലാം കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 35 വർഷക്കാലം തൃശൂർ ജില്ലയിലെ CPM-നെ നയിച്ച നേതാവായിരുന്നു കെ മാമ്മക്കുട്ടി. ഏതാണ്ട് 40 കൊല്ലക്കാലം പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം കൂടിയായിരുന്നു. തൃശൂർ ജില്ലയിൽ ആകമാനം തൊഴിലാളി വർഗ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ അങ്ങേയറ്റത്തെ ത്യാഗനിർഭരമായ ജീവിതം നയിക്കുകയും ത്യാഗോജ്വലമായി നേതൃത്വം നൽകുകയും ചെയ്ത അതുല്യ സംഘടനാശേഷിയും താരതമ്യങ്ങളില്ലാത്ത നേതൃപാഠവുമുള്ള ഒരു നേതാവായിരുന്നു കെ മാമ്മക്കുട്ടി. അദ്ദേഹവുമായി വളരെ അടുത്ത ആത്മബന്ധം ജില്ലയിലെ ഓരോ CPM പ്രവർത്തകനും ഓരോ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടി അവിടെ വലിയ ജനക്കൂട്ടം സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇന്ന് രാവിലെ 9 മുതലാണ് ചേർപ്പ് കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി അവിടെ നിന്നെടുത്ത് ഇപ്പോൾ സംസ്കാരം നടക്കുന്ന വീട്ടിലേക്ക് എത്തിച്ചു. ഈ കേന്ദ്രങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ജനക്കൂട്ടം അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനുമായി എത്തി. ചേർപ്പിലെ കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നും വീട്ടിലേക്കുള്ള വിലാപയാത്രയിലും അണിനിരന്നത്. അങ്ങേയറ്റത്തെ വികാരനിർഭരമായ യാത്രയപ്പാണ് നൽകിയത്. അദ്ദേഹത്തിന് മക്കളില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ മധു ആണ് അല്പം മുമ്പ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. ഏതായാലും സംസ്കാര ചടങ്ങുകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു. CPM-ന്റെ പ്രമുഖ നേതാക്കൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളൊക്കെയും ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സാലി, എന്തായാലും സാലി സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി തവണ തൃശൂർ ജില്ലാ മുൻ സെക്രട്ടറി ആയിരുന്നു. ഒപ്പം നിരവധി തവണ സംസ്ഥാന സമിതിയിലും അംഗമായിരുന്നു. എങ്ങനെ ഓർത്തെടുക്കാം അദ്ദേഹത്തിന്റെ നീണ്ട 35 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തെ? 35 വർഷം ഒരു പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറി ആകുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം അപൂർവമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഏറ്റവും അധികം കാലം ഒരു ജില്ലയിൽ ഒരു പാർട്ടിയെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ നയിച്ചതിന്റെ ക്രെഡിറ്റ് ഉള്ള ഒരു നേതാവ് കൂടിയാണ് കെ മാമ്മക്കുട്ടി. ഒപ്പം തന്നെ 40 കൊല്ലക്കാലം CPM-ന്റെ സംസ്ഥാന സമിതി അംഗവുമായിരുന്നു. ഏതാണ്ട് 53-ഓടുകൂടിയാണ് അദ്ദേഹം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകുന്നത്. കരുവന്നൂർ ബ്രാഞ്ചിലെ പാർട്ടി അംഗമായാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗം ആരംഭിക്കുന്നത്. തൊഴിലാളികളെ സംഘടിപ്പിക്കാനും അവരുടെ ജീവിത ആവശ്യങ്ങൾ മുന്നിൽ നിർത്തി സമരം നയിക്കാനും അദ്ദേഹം മുന്നിട്ടിറങ്ങി. 58-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൃശൂർ താലൂക്ക് ജോയിന്റ് സെക്രട്ടറിയായി. 60-65 കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒല്ലൂർ ഏരിയ സെക്രട്ടറി ആയിരുന്നു. 64-ൽ നമുക്കറിയാം പിളർപ്പ് നടന്നു. ആ പിളർപ്പിൽ അതിനുശേഷം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് CPM-ന് ഒപ്പം നിന്നു എന്നുള്ളതാണ്. മാത്രമല്ല 64-ൽ തൃശൂർ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കൗൺസിലിൽ ഉണ്ടായിരുന്ന 5 പേർ
ജില്ലാ കൗൺസിൽ അംഗത്വം രാജിവെച്ച് ഇറങ്ങിപ്പോന്നാണ് തൃശൂർ ജില്ലയിൽ CPM രൂപപ്പെടുത്തിയെടുത്തത്. അതിൽ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ ആളായിരുന്നു ഇപ്പോൾ മാമ്മക്കുട്ടി. അതോടുകൂടി 5 പേരും CPM ശരി, വ്യക്തമാണ്. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് KK മാമ്മക്കുട്ടിക്ക് രാഷ്ട്രീയ കേരളം വിട നൽകിയിരിക്കുന്നു. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.